ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തതോടുകൂടി ഒരു കുടുംബം തകർത്തവളെന്നും മഞ്ജുവിൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തവൾ എന്ന തരത്തിലുമൊക്കെ വല്ലാത്ത ആരോപണങ്ങൾ കാവ്യ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഭർത്തൃമതിയായ ഒരു സ്ത്രീയുടെ കുടുംബം തകർത്ത കാവ്യയെ ആളുകൾക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാറുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കാവ്യയുടെ നേർക്ക് വല്ലാത്ത അറ്റാക്കും മഞ്ജുവിനോട് വല്ലാത്തൊരു സഹതാപ തരംഗവുമാണ്. ഒപ്പം ഇവരെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ ഇങ്ങനെ ദിവസവും ചൂടപ്പം പോലെ വിറ്റുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ദിലീപും കാവ്യയും വരുന്നതുകൊണ്ട് മഞ്ജുവിനെ വിളിച്ചില്ല. അവസാനം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലാണ് മഞ്ജുവിനെ വിളിച്ചത്. ഇവരെല്ലാം പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നാൽ ഒന്നുകിൽ മഞ്ജു വരുന്ന പരിപാടി ചെയ്യുന്ന കാവ്യയും ദിലീപും ഒഴിവാവും, അല്ലെങ്കിൽ കാവ്യയും ദിലീപും ഉണ്ടെങ്കിൽ മഞ്ജു ആ പരിപാടിക്ക് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ കുറേ കാലമായിട്ട് നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മഞ്ജുവിനെ പോലെ ഒരു മഹാനടിയുടെ ഭർത്താവായ ദിലീപ് മഞ്ജുവിനെ ഉപേക്ഷിച്ചിട്ട് കാവ്യ വിവാഹം ചെയ്തത്? അതിൻ്റെ പിറകിൽ നടന്ന കുറച്ചേറെ കാരണങ്ങൾ ദിലീപ് ഒരിക്കലും തൻ്റെ സുഹൃത്തിനോട് ഹൃദയം തുറന്ന് വെളിവാക്കിയിട്ടുണ്ട്. അതായത് ദിലീപ് കാവ്യ വിവാഹം ചെയ്ത കുറച്ച് കാലത്തിന് ശേഷം പല സിനിമകളും ഉദ്ദേശിച്ചുപോലെ വിജയിച്ചില്ല, കേസ് ബഹളം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാവ്യ ഒരു അശുഭ ലക്ഷണം പിടിച്ച സ്ത്രീയാണ്. അവളെ വിവാഹം ചെയ്തത് അത് ദിലീപിന് അത്ര നല്ലതല്ല. ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളിൽ ഭർത്താവ് വാഴില്ലാത്തൊരു സ്ത്രീയാണ് കാവ്യ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അല്പം മദ്യപിച്ചിരിക്കുന്ന ഒരവസരത്തിൽ ദിലീപ് തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ 1-2 പേരോട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പൂർണ്ണമായിട്ട് വെളിവാക്കിയില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ ഒരു അവസരത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം. അതായത് കാവ്യ എന്ന കുട്ടിയെ ദിലീപിന് വളരെ ചെറുപ്പത്തിലേ അറിയാമായിരുന്നു. അവളുടെ സൗന്ദര്യം, കുടുംബ മഹിമ, അതുപോലെ ആ നിഷ്കളങ്കതയും പൊട്ടിച്ചിരിയും എന്ത് കാര്യത്തെയും സരസമായിട്ട് അല്ലെങ്കിൽ ഒരു തമാശ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാവ്യയുടെ കുട്ടിത്തം നിറഞ്ഞ ആ പെരുമാറ്റമാണ് ദിലീപിനെ കാവ്യയിലോട്ട് ആകർഷിച്ചത്. എല്ലാത്തിനുമുപരി കാവ്യയുടെ കുടുംബ പശ്ചാത്തലം. പക്ഷേ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ദിലീപ് കാവ്യയെ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത് അവൾ കന്യകയായിരുന്നു എന്നുള്ളതാണ്. അപ്പം സിനിമയിലെ പലരും കാവ്യയെ സ്വന്തമാക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആ വിവരം അറിയുമ്പോൾ ദിലീപ് പ്രായം മറന്ന്, അല്ലെങ്കിൽ താനൊരു വിവാഹിതനാണ്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ഈ വസ്തുതയേക്കാൾ ഉപരിയായിട്ട് ദിലീപ് എന്ന പുരുഷനെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെ എല്ലാ സങ്കല്പങ്ങളും ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു കാവ്യ. അതുകൊണ്ട് തന്നെ കാവ്യയെ സ്വന്തമാക്കണമെന്ന് ദിലീപ് വല്ലാതെ ആഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. ഒപ്പം മഞ്ജുവിൻ്റെ ചില കുറവുകളാണ്, അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകളാണ് ഇതിൻ്റെയൊക്കെ പിറകിലെ കാരണമായിട്ട് മാറിയതും. അതായത് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊക്കെ ആണെങ്കിൽ കൂടിയും പലപ്പോഴും മഞ്ജുവിൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ, അതുപോലെ കലാതിലക പട്ടം സ്വന്തമാക്കിയ ശേഷം മഞ്ജുവിനെ കുറച്ച് ദിവസത്തേക്ക് കാണാനില്ലായിരുന്നു എന്നുള്ള പത്രവാർത്ത വന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ദിലീപിൻ്റെ മനസ്സിലെന്നും ഒരു മുറിവ് തന്നെയായിരുന്നു. അപ്പോൾ വളരും തോറും ദിലീപ് എന്നുള്ള വ്യക്തി ഉയർച്ചയിലേക്ക് പോകും തോറും ഭാര്യയുടെ കുറവുകൾ അദ്ദേഹത്തെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ഒപ്പം സിനിമാ അഭിനയമൊക്കെ നിർത്തി മഞ്ജു വീട്ടിലിരിക്കുകയാണെങ്കിലും മഞ്ജുവിന് സിനിമാ ലോകം, അവിടുത്തെ സുഹൃത്തുക്കൾ, ആ ഒരു ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ പലതവണയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവ് എന്ന നിലയിലുള്ള ചില പൊസസീവ്നെസ് ഇവരുടെ ഇടയിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ മലയാളത്തിലെ എല്ലാ മികച്ച നടന്മാരുമായിട്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ മികച്ച നടന്മാരുടെയും ഒപ്പം മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ സിനിമയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മഞ്ജുവിൻ്റെ ബന്ധങ്ങൾ, തനിക്ക് നഷ്ടപ്പെട്ട ആ സിനിമാ ലോകത്തെക്കുറിച്ചുള്ള ചർച്ച, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരുടെയൊക്കെ ഇടയിൽ വല്ലപ്പോഴും ഒക്കെ കടന്നു വരുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഇതെല്ലാം ദിലീപ് എന്ന പുരുഷനെ അസ്വസ്ഥനാക്കി. അതായത് മഞ്ജു ഇപ്പോഴും പഴയ ലോകത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. പഴയ സംവിധായകർ, ഒപ്പം അഭിനയിച്ച ആളുകളൊക്കെ ആയിട്ടുള്ള ചില വ്യക്തിബന്ധങ്ങൾ, ഇതെല്ലാം ദിലീപിനെ ആകപ്പാടെ
പല പ്രകാരത്തിലും അസ്വസ്ഥനാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ജു മികച്ചൊരു നടിയായിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ചില നിർബന്ധ ബുദ്ധികൾ, പിടിവാശികൾ, അല്പം ഈഗോ, ചില സാഹചര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ചില പിടിവാശികളൊക്കെ ദിലീപിലും മകള് മീനാക്ഷിയിലുമൊക്കെ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതുപോലെ മഞ്ജുവിനെ ഒതുക്കി നല്ല കഴിവുണ്ടായിരുന്ന ഒരു നടിയെ അവരുടെ കരിയർ നശിപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുന്ന ദുഷ്ടൻ എന്നൊക്കെയുള്ള തരത്തിലുള്ള പലപ്പോഴുമുള്ള അനാവശ്യമായ പ്രചരണങ്ങൾ, അല്ലെങ്കിൽ മഞ്ജുവിനെ ഇനിയും സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിട്ടുകൂടെ എന്നുള്ള പലയിടത്തു നിന്നുള്ള ഈ ചോദ്യങ്ങളൊക്കെ ദിലീപിനെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നുള്ളതാണ് കൂടുതൽ ശരി. അപ്പം തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, തൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന, എന്തു പറഞ്ഞാലും താൻ അനുസരിക്കുന്ന രീതിയിലുള്ള ആ ഒരു കന്യകയായ കുടുംബമഹിമയുള്ള ഒരു സുന്ദരി പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് ദിലീപിൽ എപ്പോഴൊക്കെയോ അനാവശ്യമായിട്ടൊരു മോഹം ഉണർന്നു വന്നു. അത് ആദ്യമൊന്നും കാവ്യയ്ക്ക് മനസ്സിലായില്ല. പല സിനിമകളിൽ നിരന്തരമായിട്ട് അഭിനയിക്കുകയും ഇവർ തമ്മിലുള്ള തൊട്ടും പിടിച്ചുമൊക്കെയുള്ള അഭിനയ രംഗങ്ങളിൽ അത് നമുക്ക് എന്താ പറയുക, ദിലീപ് ചേട്ടൻ അല്പം ബുദ്ധിപൂർവ്വം കരിക്കൾ നീക്കുകയും, എന്നാൽ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും കാവ്യയ്ക്ക് കൃത്യമായിട്ട് ആദ്യകാലങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പതിയെ പതിയെ നമ്മൾ പറയത്തില്ലേ, കണ്ണിനെ എന്താണ് കുളം കാണിക്കരുതെന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ ആദ്യ അനുഭവം എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ ആ സ്പർശന സുഖവും മറ്റു കാര്യങ്ങളുമൊക്കെ പതിയെ പതിയെ കാവ്യ അറിയാതെ തന്നെ ദിലീപിലേക്ക് അവൾ ആകൃഷ്ടയായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ തൊട്ടും തലോടിയും ചാടുവാക്കുകൾ കൊണ്ട് പ്രലോഭിച്ചും സെക്സ് എന്ന വികാരത്തിൻ്റെ ഒരു വിത്ത് കാവ്യയിൽ അറിയാതെ തന്നെ ബോധപൂർവം ദിലീപ് ഇട്ടുകൊടുത്തു. അതങ്ങനെ പതിയെ 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 അവരുടെ ഇടയിലേക്ക് പിന്നീട് അതൊരു പ്രണയമായിട്ട് മാറുകയും, ആദ്യത്തെ പ്രണയമായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാവ്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഹൃദയം തുറന്നുള്ള ഒരു പ്രണയമായതുകൊണ്ട് തന്നെ അതിൻ്റെ തീക്ഷ്ണമായ രീതിയിലേക്ക് ആ ഒരു പ്രണയബന്ധം മുന്നോട്ട് പോവുകയും, അപ്പം ദിലീപ് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഞ്ജു അല്ലെങ്കിൽ ദിലീപും കാവ്യയും പലപ്പോഴും മറന്നുപോവുകയും എന്ത് വന്നാലും കാവ്യയെ കൈവിടില്ല എന്ന് ദിലീപ് നിരന്തരമായ ഉറപ്പ് നൽകുകയൊക്കെ ചെയ്തത് ഈ പിന്നെ മഞ്ജുവിനേക്കാൾ സുന്ദരി താനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാവ്യയ്ക്ക് നല്ല ബോധ്യവുമുണ്ടായിരുന്നു. മഞ്ജു മികച്ച നടിയാണെങ്കിൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ താനാണ് ഒരുപടി മികച്ചവളെന്ന് കാവ്യയ്ക്ക് അറിയാമായിരുന്നു. ഇതിന് ശേഷം ഈ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ വിവാഹം കഴിച്ചു വിട്ടെങ്കിലും കാവ്യയ്ക്ക് ദിലീപിനെ മറക്കാൻ കഴിയില്ലായിരുന്നു. ദിലീപിന് ഒരു വശത്ത് മകളുടെ അമ്മ എന്ന നിലയിൽ മഞ്ജു വീട്ടിലിരിക്കണം, മഞ്ജുവിനെ വേണം, ആളുകളുടെ മുന്നിൽ ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് തനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് മഞ്ജുവിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിഷാലുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ മകൾ എന്നും ദിലീപിൻ്റെ ഒരു വെപ്പാട്ടി മാതിരി ജീവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ കാവ്യയുടെ അമ്മ ആണ് ശരിക്കും പല സുഹൃത്തുക്കൾ വഴി അല്ലാതെയൊക്കെ ഈ മഞ്ജുവിൻ്റെ ചെവിയിലോട്ട് ന്യൂസ് എത്തിച്ചു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞാൽ മഞ്ജു അഭിമാനി ആയതുകൊണ്ട് ഇട്ടേച്ച് പോകുന്നു. അപ്പം സത്യത്തിൽ ഇവർക്കിത് നല്ല രീതിയിലേക്ക് ഒരു വഴി തുറന്നു കൊടുത്തത് ഈ കാവ്യയുടെ അമ്മയുടെ അതിബുദ്ധിയാണ് എന്ന പറച്ചിലുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ മഞ്ജുവിൻ്റെ ചെവിയിലിട്ടെത്തി. മഞ്ജുവിന് ഭയങ്കര ഷോക്കായി. ഭാര്യയായ താനിരിക്കുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ അമ്മയെ താനിരിക്കുമ്പോൾ തന്നെക്കാൾ പ്രണയം മൂത്ത് കാവ്യയുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിയെ തനിക്ക് ആവശ്യമില്ലാന്ന് മഞ്ജു ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചു. പിന്നെ മകൾ എന്ന് പറയുന്ന ഈ മീനാക്ഷിക്ക് പിതാവിനോടല്ലായിരുന്നു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ, അമ്മയെ ഒരു മകള് തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി താല്പര്യമില്ല, എനിക്ക് അമ്മയെ വേണ്ട എന്നൊരു പെൺകുട്ടി നിർബന്ധമായിട്ട് പറയുമ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന പലവിധ കാര്യങ്ങൾ, ചെറുപ്പകാലം മുതലുള്ള അവൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, ആ വീട്ടിൽ നടന്ന ചർച്ച, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടായാലും ദിലീപ് മോഹിച്ചതുപോലെ, അയാൾ ആഗ്രഹിച്ചതുപോലെ സുന്ദരിയും സുശീലയും കന്യയും കുടുംബ മഹിമയും എല്ലാം ഒത്തുചേർന്ന നല്ലൊരു സുന്ദരി പെണ്ണിനെ, നല്ലൊരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ ദിലീപ് സ്വന്തമാക്കിയെന്നും അതുകൊണ്ട് താൻ ഭാഗ്യവാനാണ്, താൻ ആഗ്രഹിച്ചത് താൻ നേടി എന്നുള്ളതാണ് ദിലീപിൻ്റെ ഒരു നിലപാട്. അതിൽ അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നുമില്ല. ദിലീപ് പറയുന്നത് ഇവിടെ കാവ്യമായിട്ടുള്ള ജീവിതത്തിന് ശേഷം താൻ വളരെ സന്തുഷ്ടനാണ്. തങ്ങൾക്കൊരു മോളുണ്ട്,
താൻ ആഗ്രഹിച്ച പോലെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, ഇല്ലെങ്കിൽ നിൽക്കാൻ പറഞ്ഞാൽ, അതായത് തൻ്റെ ഇഷ്ടം എന്തോ അത് അതേപോലെ നടത്തി തരുന്ന, തന്നെ മനസ്സിലാക്കുന്ന, ഈഗോ ഇല്ലാത്ത ഒരു ഉത്തമ കുടുംബിനിയാണ് കാവ്യ. മഞ്ജുവിൽ നിന്ന് തനിക്കത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ചർച്ചകളും ബന്ധങ്ങളൊക്കെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ മഞ്ജുവിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകളാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നയിച്ചതെന്നൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒരു 100% മഞ്ജുവിനെ ന്യായീകരിക്കുമ്പോൾ തന്നെ ഒരു കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചില പാകപ്പിഴകൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും നമ്മൾ ഈ അവസരം ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ദിലീപിൻ്റെ വാക്കുകൾ നമ്മളതും ചെറിയ രീതിയിലൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വിഷയവും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.